ഹലോ നമസ്കാരം. നമ്മൾ വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മളെ ജാങ്കോ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകൾ കാരണമാണ് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇനി തുടർന്ന് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ, ഈ പ്ലേലിസ്റ്റിലുള്ള പഴയ വീഡിയോസുകളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കണ്ടു നോക്കുക. എന്നാൽ മാത്രമേ തുടർന്ന് ഈ പ്രൊജക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രൊജക്റ്റ് റൺ ചെയ്ത് വരുന്നുണ്ട്. റൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊജക്റ്റ് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്കിവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യണം, ഹോം പേജ് എന്നുള്ള ഭാഗത്തേക്കും അതേപോലെ തന്നെ സിംഗിൾ പോസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഒരു പോസ്റ്റ് മാത്രമായിട്ട് ആഡ് ചെയ്യേണ്ട ഭാഗത്തേക്കും, അതേപോലെ തന്നെ അബൌട്ട് എക്സ്ട്രാ എന്നുള്ളതും അതേപോലെ കോൺടാക്ട് എക്സ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ അതേപോലെ ലോഗ് ഔട്ട് രജിസ്ട്രേഷൻ എന്നിങ്ങനെ പേജുകളിലേക്കൊക്കെ പോകേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോഗ് ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോം എന്നുള്ള പേജിലേക്ക് പോകേണ്ട രൂപത്തിലേക്കായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തീം എന്നുള്ള പേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ഈ ഭാഗമാണ് നമുക്ക് അവിടെ കാണിക്കുന്ന ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സ്ലാഷ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു സിംഗിൾ സ്ലാഷ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യും, ഹോം പേജിലേക്കായിരിക്കും പോവുക. ഹോം പേജിലേക്കായിരിക്കും പോകുക. നമുക്കിതൊന്ന് ലോഗിൻ ചെയ്യാം, എന്നാലുള്ള കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ നോക്കൂ, ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് നേരെ ഹോം പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഏത് പേജിലാണെങ്കിലും നമുക്ക് മെയിനായിട്ട് ഹോം പേജിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ നമുക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ വന്ന് സിംഗിൾ പോസ്റ്റ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് എ പോസ്റ്റ് അല്ലെങ്കിൽ മേക്ക് എ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ക്രിയേറ്റ് എ പോസ്റ്റ് എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിംഗിൾ പോസ്റ്റ് എന്നുള്ളത് മാറ്റി ഞാൻ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് എ പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട പേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അബൌട്ട് എന്നുള്ളതിന് പകരമായിട്ട് നമുക്കിവിടെ വന്ന് പോസ്റ്റ് എന്നുള്ള ആ പേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, പോസ്റ്റ് എന്ന പേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പേജിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർക്കാം. പോസ്റ്റിൻ്റെ പേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ലാഷ് ഇടുക, എന്നിട്ട് ഇവിടെ വന്ന് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തിനാണ് ഈ സ്ലാഷ് ഇടുന്നതെന്ന് പറഞ്ഞുതരാം. അതേപോലെ നമ്മളിവിടെ ഈ കൊടുക്കുന്ന പേര് ഇതിൻ്റെ URL ഇവിടെ നമ്മൾ എന്താണോ പേര് കൊടുത്തത് ആ പേരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്കവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നോക്കൂ, ക്രിയേറ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പോസ്റ്റൊക്കെ എഴുതേണ്ട പേജിലേക്കായിരിക്കും നമുക്ക് പോവുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഈ സ്ലാഷ് ഇട്ടില്ലെങ്കിലുള്ളതും ഇട്ടാലുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ സ്ലാഷ് ഒഴിവാക്കിയിട്ട് ഇതിൽ വന്നു. പിന്നെ ഇവിടെ വന്ന് ക്രിയേറ്റ് പോസ്റ്റിൽ പോയാൽ ഇപ്പോൾ ഇതിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറയാം. ഇപ്പോൾ ഞാനിവിടെ സ്ലാഷ് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് തുടർന്നുള്ള കാര്യങ്ങൾ കൂടി ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ നമുക്ക് അത്രയും ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യണം, രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ എന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത പേജ് എന്ന് പറയുന്നത് രജിസ്റ്റർ എന്നുള്ള പേജാണ്. അപ്പോൾ ആ പേജിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. തീമിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് അബൌട്ട് എന്നുള്ള ഭാഗം മാറ്റി രജിസ്റ്റർ ആക്കി കൊടുത്തു. ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ ആ രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കത് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഹോമിൽ പോവും, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റിൽ പോവും. അതേപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ രജിസ്ട്രേഷൻ നടത്തേണ്ട ആ പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഈ സ്ലാഷ് ഒഴിവാക്കിയതിന് ശേഷം ഞാനിവിടെ വന്ന് രജിസ്റ്റർ എന്ന പേജിൽ പോയി. അപ്പോൾ ഞാൻ രജിസ്റ്റർ എന്നുള്ള പേജിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ക്രിയേറ്റ് ആ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ എന്ന പേജിലേക്കായിരിക്കും പോകുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഹോം എന്നുള്ള പേജിലേക്കും, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് എന്ന പേജിലേക്കും, അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജിലേക്കും പോകണം. ഇനി അതേപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു
ലോഗൗട്ട് എന്നുള്ളൊരു ലോഗിൻ എന്നൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ എന്നതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ എന്നുള്ളൊരു പേജ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വന്ന് ലോഗിൻ എന്ന് ചേർത്തു. ലോഗിൻ എന്നുള്ളതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് ലോഗിൻ എന്ന പേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് അക്കൗണ്ട്സ് അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് ലോഗിൻ എന്ന് ചേർത്ത് കൊടുത്തു. എഗെയിൻ നമുക്കിതൊന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആ പേജിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ പേജും ആയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഹോമിലേക്ക് പോകും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട പേജിലേക്ക് പോകും. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ എന്ന പേജിലേക്ക് പോകും. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ലോഗിൻ എന്ന പേജിലേക്കാണ് പോണത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ സൈൻ ഔട്ട് എന്നുള്ള പേജ് കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് സൈൻ ഔട്ട് എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ കോഡ് തന്നെ ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ കോഡ് തന്നെ ഞാനിവിടെ വന്ന് കോപ്പി ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതിൻ്റെ താഴെ നമുക്ക് ലോഗിൻ എന്നൊരു പേജ് കൂടി തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് നമ്മൾ സൈൻ ഔട്ട് എന്നുള്ള പേജായിട്ടാണ് നമ്മളിവിടെ മാറ്റുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ വന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ലോഗ് ഔട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ലിങ്ക് എന്നുള്ളത് നമുക്കിവിടുന്ന് ഒഴിവാക്കാം. ഈ ലിങ്ക് എന്നുള്ളത് ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആ ഫോം നമുക്കിവിടെ ആഡ് ചെയ്യാം. ഫോം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോമിൻ്റെ ആക്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഏത് പേജിലേക്കാണ് നമുക്ക് പോകേണ്ടത്, ഇവിടെ വന്ന് ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്തു. URL സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ലോഗ് ഔട്ട് എന്ന് കൂടി ചേർത്ത് കൊടുത്തു. ലോഗ് ഔട്ട്, അതായത് ആ പേജിൽ ക്ലിക്ക് ചെയ്താൽ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, പേജ് ലോഗ് ഔട്ട് എന്നുള്ള ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടണ് ഇപ്പോൾ ഒരു ഫോം നമ്മൾ ജാങ്കോയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ CSRF ടോക്കൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് CSRF_ടോക്കൺ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് ബട്ടൻ്റെ ടൈപ്പ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് സബ്മിറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളിവിടെ ചേർത്തു. അതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ്, നമുക്ക് സ്ക്രീനിൽ എന്ത് ടെക്സ്റ്റാണോ കാണേണ്ടത് ആ ടെക്സ്റ്റാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ലോഗ് ഔട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബട്ടണ് നമുക്ക് എന്താണോ കളർ വേണ്ടത് അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടൺ, ഇതിനൊരു ക്ലാസ് നെയിം കൂടി കൊടുക്കുന്നുണ്ട്. ക്ലാസ് നെയിം BTN, അതിനുശേഷം BTN, എന്നിട്ട് ഇവിടെ വന്ന് ഡിഫാൾട്ട്, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കുക, എന്ത് കളർ വേണമെങ്കിലും കൊടുക്കുക. അതൊക്കെ നമ്മൾ ബൂസ്റ്റ് ആപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമുക്കിത് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഈ ലോഗിൻ എന്ന ഭാഗത്തേക്ക് പോണ ഭാഗം ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യും. ഇപ്പോൾ ലോഗിൻ എന്നുള്ള പേജാണ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേജ് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഹോം എന്നുള്ള പേജിലേക്ക് പോകണം. ഇപ്പോൾ ഇത് നോക്കൂ, ലോഗ് ഔട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അഡ്മിനിസ്ട്രേറ്റർ പേജ് ലോഗ് ഔട്ട് ചെയ്ത പേജിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് റീഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നേരെ ഹോം എന്നുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വ്യൂവിൽ പോവാം. വ്യൂവിൽ പോയതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഡിഫ് എന്നെഴുതി, എന്നിട്ട് എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ലോഗ് ഔട്ട്, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് എന്ന് ചേർത്തു. റിക്വസ്റ്റ്,
അതിനുശേഷം നമുക്കിവിടെ വന്ന് കോളൻ ഇട്ടു, എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ലോഗ് ഔട്ട്, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് എന്നും ചേർത്തു. ഓക്കെ, അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഇനി ഏത് പേജിലേക്കാണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, ആ റിട്ടേൺ ചെയ്യേണ്ട പേജും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം, റിട്ടേൺ. അതിനുശേഷം നമുക്ക് റീഡയറക്റ്റ്, ഏത് പേജിലേക്കാണോ നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേരും നമുക്കിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ലോഗിന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഒന്ന് ലോഡ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ലോഡായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ വന്ന് ലോഗ് ഔട്ടിൻ്റെ URL കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ പാത്ത് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് ലോഗ് ഔട്ട് എന്ന് ചേർത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വ്യൂസ്, എന്നിട്ട് ഇവിടെ വന്ന് ലോഗ് ഔട്ട് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിതിൻ്റെ നെയിം ഇവിടെ ചേർത്ത് കൊടുക്കാം. നെയിം എന്നുള്ളത് നമ്മളിവിടെ വന്ന് ലോഗ് ഔട്ട് എന്ന് ചേർത്തു, ലോഗ് ഔട്ട് എന്ന് ചേർത്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഹോം പേജിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഹോം പേജിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലോഗിൻ ചെയ്യണം. അതെന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണില്ല. ഓക്കെ, ഇതിൻ്റെ സെറ്റിങ്സ് എന്നുള്ളൊരു പേജ് എടുക്കുക. ഓക്കെ, നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു പേജ് എടുക്കുക. സെറ്റിങ്സിൽ ഇത് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേര് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്ന് സെറ്റിങ്സിൽ പോവുക. ഇനി ലോഗിൻ റീഡയറക്റ്റ്, ലോഗിൻ ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ പോകേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ലോഗ് ഇന്നിന് പകരം നമ്മൾ ലോഗ് ഔട്ട് കൊടുത്തു. ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ എന്ന പേജിലേക്കാണ് നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി നമുക്കിത് റൺ ചെയ്യിപ്പിക്കാം. പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു. അപ്പോൾ ആ ലോഗിൻ ചെയ്ത പേജ് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നേരെ ലോഗ് ഔട്ട് എന്നുള്ള പേജിലേക്കായിരിക്കും നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെ ലോഗ് ഔട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച്, ലോഗ് ഔട്ടിൻ്റെ ഭാഗം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യണത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തീമിൽ പോയിട്ട് ഇത്രയും ഭാഗം നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഒരു ബട്ടണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഈ ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് പേജിലേക്കാണോ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകേണ്ടത് ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വ്യൂവിൽ പോയിട്ട് ലോഗ് ഔട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു ഭാഗം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ URL പോയിട്ട് പോയിട്ടതിന് ശേഷം നമുക്ക് ലോഗ് ഔട്ട് ചെയ്യേണ്ട ആ സെറ്റിങ്സ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് വ്യൂവിൽ, അതിനുശേഷം നമ്മളിവിടെ വന്ന് മെയിൻ സെറ്റിങ്സിൽ, അതായത് നമ്മളെ മെയിൻ പേജിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗവും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.